വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മംസ് ഡെയിലി എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയപ്പോൾ പായസം ശരിയായിട്ട് വന്നോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് 1 മണിക്കൂർ നിന്ന് കുതിരാനിടാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചൗവരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കുതിർന്നിരിക്കുന്ന ചൗവരി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യം 1/2 കപ്പ് ചൗവരിയാണ് ഇട്ടത്. അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ചൗവരി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം സൈഡിൽ നിന്നൊക്കെ പതുക്കെ തിള വരും. അപ്പം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ചൗവരി അടുപ്പിലിരുന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് വേകാൻ അധികം സമയം എടുക്കത്തില്ല. ഒരു 10 മിനിറ്റൊക്കെ മീഡിയം തീയിൽ മതി. കാരണം നമ്മൾ നന്നായിട്ട് ഇത് കുതിർത്തതാണ്. അപ്പോൾ ഇത് കണ്ടു, ഇതിങ്ങനെ നല്ല ഓരോ മുത്തുകൾ വന്നില്ലെങ്കിലും ഒട്ടുമിക്ക മുത്തുകളും നമ്മുടെ പളുങ്ക് പോലെ വരും. നല്ല കണ്ണാടിച്ചിലായിട്ടുള്ള മുത്ത് പോലെ വരും. അപ്പം അതാണ് നമ്മുടെ ചൗവരി വെന്തെന്നുള്ള പാകം. നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെയിറ്റ് ചെയ്യാം വേകാനായിട്ട്. അപ്പം നമ്മുടെ ചൗവരി ഏകദേശം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിൽ മിക്കവാറും മുത്തുകളൊക്കെ ഒരു പളുങ്കുമണി പോലെ ആയിട്ടുണ്ട്. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ, അതായത് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. കൊഴുപ്പുള്ള പാൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നല്ല കൊഴുപ്പോട് കൂടിയ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പാല് ഒഴിച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അടുത്തുനിന്ന് പോകരുത്, കാരണം തിളച്ച് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഇത് തുറന്നു നോക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മഞ്ഞ നിറം കിട്ടാനായിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസത്തിന് നല്ല നിറം വരും. നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പം അത് ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടതുപോലെ, അല്ലെങ്കിൽ കുറച്ച് പാലിനകത്തോ ഇച്ചിരി വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ടാലും മതി. ഞാൻ അന്നേരം പറയാൻ മറന്നുപോയി. അപ്പം ഏലക്കപ്പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുവാണ്. അപ്പം നമ്മുടെ പായസം ഇങ്ങനെ ചെറിയ തീയിലിരുന്ന് ഒരുവിധം ഇങ്ങനെ ഇതായി വന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇനിയിപ്പം ഒന്നും കൂടെ കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത്. ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ അലിയിച്ചെടുക്കണം. അപ്പം ഇതാണ് നമ്മൾ അരിപ്പൊടി കലക്കിയെടുത്തിരിക്കുന്ന പാകം. ഇത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അരിപ്പൊടിയും കൂടെ കലക്കിയത് ഒഴിച്ചു. നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇപ്പോഴും വെച്ചിരിക്കുകയാണ്, ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിപ്പം ഒരുവിധം നന്നായിട്ട് കുറുകി. ഈ സ്റ്റേജിൽ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം, തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് നമ്മളിനിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ കിസ്മിസും കൂടെ നമ്മൾ വറുത്തിടും. അപ്പം അത് വറുത്തോടെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പായസം കംപ്ലീറ്റ് ആവും. കണ്ടോ, ഇപ്പം ഇത് നന്നായിട്ടൊരു കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പായസം പൂർണ്ണമാകണമെങ്കിൽ ഇനി അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടണം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ നട്ട്സിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് ഇത് മൂപ്പിച്ച് എടുക്കാം. മുന്തിരിങ്ങ ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുന്തിരിയൊക്കെ കണ്ടോ നല്ല ബോൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് ഇത് വറുത്തെടുത്തത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചവ്വരി പായസത്തിലേക്ക് നെയ്യും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് ഇളക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി നന്നായിട്ട് ഇളക്കാം. നെയ്യിൽ വറുത്തതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി. ഞാൻ മധുരമൊക്കെ നോക്കി, വളരെ കറക്റ്റാണ്. ആർക്കെങ്കിലും മധുരം കുറച്ചുകൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ അളവിന് ഈ മധുരം ഇതിന് വളരെ കറക്റ്റാണ്. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്തത് നല്ലൊരു കാര്യമാണ്. അപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ പായസം. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഗംഭീര രുചിയുള്ള ഒരു വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന പായസം നമ്മളുണ്ടാക്കി. താങ്ക്സ് ടു മംസ് ഡെയിലി ചാനലിൽ ഇത് കണ്ടപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും രുചി ഉണ്ടായിരിക്കുമെന്ന്. എന്തായാലും സംഗതി സൂപ്പർ. അപ്പോൾ മംസ് ഡെയിലി ചാനലിൻ്റെ റെസിപ്പികൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പീസ് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.